ഈ ഗ്യാസ് കാരണം മനുഷ്യന് കേറാനും വയ്യ ഇറങ്ങാനും വയ്യ. അമ്മാവ അത് നൈട്രോജൻ കാർഡൊരു ഗ്യാസാ. അവരെ കൊണ്ടാ ഇപ്പൊ ഞാൻ അരി മേടിക്കില്ല. ഒന്നാമത് ഓട്ടോ ഇല്ല. അവരില്ലേ നമ്മളിപ്പോ പട്ടിണിയാ. ഓട്ടോ ഇല്ല. കൊറേ നാളായാലോ നിന്നെ കണ്ടിട്ട്. മകേന്ദ്രൻ ചേട്ടനെ കണ്ടിട്ട് കൊറേ നാളായല്ലോ. ഇവിടെയൊക്കെ ഉണ്ടാ? എടാ മണിയാ, എന്നെ ഇവിടെ എല്ലാവരും വിളിക്കുന്നതേ മാമാന്നാ. നീയാ എന്നെ ആദ്യമായിട്ട് ഭഗീരഥന്ന് വിളിക്കുന്നത്. മാമനോ? മാമനെന്ന് വിളിക്കാൻ അത്ര കിളവനൊന്നും ആയിട്ടില്ലല്ലോ. അത് പിന്നെ നമുക്കല്ലേ അറിയാവുന്നത്. ഏത്? അതെ അതെ. നീ ഇപ്പൊ എവിടേക്കാ പോണത്? എന്താ പണി? അത് പിന്നെ മാമ, ഞാൻ ഒരു കമ്പനിയിൽ ജോലിക്ക് പോണു കേട്ടാ. എടാ മണിയാ, എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നല്ലോ, അവളിപ്പോ എന്നാ ചെയ്യുവാ? അവളിപ്പോ വീട്ടിലുണ്ട് ചേട്ടാ. അവൾ ഒരുത്തന്റെ കൂട്ടത്തിൽ ഒളിച്ചോടിപ്പോയതല്ലേ? എന്നിട്ട് നിങ്ങളെല്ലാവരും കൂടി രാത്രിയിൽ പിടിച്ചോണ്ട് വന്നതല്ലേ? ചേട്ടാ, ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുത്. എന്റെ സ്വഭാവം മാറൂട്ടാ. മണിയാ, നീ അങ്ങ് പുളുത്തും. സത്യം പറയുമ്പോഴേ പൊന്നനം കുത്തിയിട്ട് കാര്യമൊന്നുമില്ല. എനിക്കറിയാടാ അവളെ. നിന്റെ പെങ്ങള് പിഴയാണ്. ഞാൻ ഈ വഴി കൂടെ നടന്നു പോയിരുന്നു. എന്നെ വിളിച്ച് അനാവശ്യം പറയണം. പ്രായമൊന്നും ഞാൻ നോക്കൂലട്ടാ. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എടാ ചെക്കനെ, നീ എന്നെ ഒരു പുണ്ണാക്കും ചെയ്യുകയല്ല. ഞാനേ ഈ നാട് മുഴുവനും പറഞ്ഞ് നടക്കും. വന്നാ പിന്നെ ഞാൻ ചവിട്ടിക്കൊല്ലു ഞാൻ. എടാ, നിന്റെ പെങ്ങളെ നട്ട പാദയാത്രയ്ക്ക് മതലും ചാടി 2 കെട്ടിയവന്റെ കൂട്ടത്തിൽ പോയി 2 പെറ്റിട്ട് ഇപ്പൊ നിന്റെ വീട്ടിൽ വന്ന് നിൽക്കുവാണെന്നേ എല്ലാവർക്കും അറിയാടാ. ഇനി താൻ എന്റെ പെങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നത് വേറെ. പറയൂടാ, ഇനിയും പറയും. നീ എന്നെ ഒരു ഉണ്ടയും ചെയ്യൂല. ഞാൻ ചത്തോടാ. ഞാൻ ചത്തുപോടാ. അയ്യോ പോയി തലയിൽ വെച്ച് എല്ലാം കിട്ടിയപ്പോ മതിയായി. എന്റെ അമ്മേ, അയ്യോ എന്നെ തട്ടിപ്പോട്ടേ. അയ്യോ മണിയാ, ഞാൻ പിന്നെ കണ്ടോളാത്തടാ.